വയനാട്ടിൽ കഞ്ചാവ് അടങ്ങിയ മിഠായി പിടികൂടി. ബത്തേരിയിൽ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലാണ് മിഠായി പ്രചരിക്കുന്നത്. ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് വഴിയാണ് മിഠായി വാങ്ങിയെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേർന്നു. സുർജിത്ത്, ഈ ലഹരി അടങ്ങിയ മിഠായികളെ പറ്റി നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് വഴി ഈ മിഠായി വാങ്ങുന്നു എന്ന് ആദ്യമായി കേൾക്കുകയാണ്. എന്താണ് ആ സംഭവം സുർജിത്ത്? കഴിഞ്ഞ ദിവസമാണ് ബത്തേരി പോലീസ് ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തിയത്. ഈ കുട്ടികൾ അസാധാരണമായ വിധത്തിൽ കൂടി നിൽക്കുന്നത് കണ്ടപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ അടുത്തേക്ക് പോകുന്നത്. തുടർന്നാണ് ഈ മിഠായി കണ്ടെടുക്കുന്നത്. പിന്നീട് അന്വേഷിച്ചപ്പോൾ ഇത് ആ കോളേജിലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥി നൽകിയതാണ്, വിൽപ്പന നടത്തിയതാണ് എന്നുള്ള തരത്തിൽ ആണ് പറഞ്ഞത്. ഒരു പാക്കറ്റിന് 30 രൂപ നിരക്കിൽ അത് വിൽപ്പന നടത്തിയെന്നുള്ള വിവരം കിട്ടി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയെ ചോദ്യം ചെയ്തു. ആ കുട്ടി പറയുന്ന കാര്യം ഇത് ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് വഴിയാണ് ഈ മിഠായി വാങ്ങിയതെന്നുള്ളതാണ്. ഇതിൽ കഞ്ചാവിൻ്റെ കണ്ടന്റ് ഉണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. ഇത് വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി മിഠായി അയച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വ്യാപകമായ രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ ഈ മിഠായി പ്രചരിക്കുന്നുണ്ട്. അത് മധുരമടങ്ങിയ ഒരു മിഠായിയാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അതിനകത്ത് കൃത്യമായ രീതിയിൽ തന്നെ കഞ്ചാവിൻ്റെ കണ്ടന്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നമ്മൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടു. 2 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്മോൾ ക്വാണ്ടിറ്റി എന്നുള്ള നിലയിൽ ജാമ്യം ലഭിക്കുന്ന തരത്തിൽ തന്നെയാണുള്ളത്. പക്ഷേ ഇത് വ്യാപകമായി മിഠായി വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്കയായിട്ട് ഉള്ളത്. സ്വാഭാവികമായും പോലീസ് അന്വേഷണം കുറച്ചുകൂടി കാര്യക്ഷമമായ രീതിയിൽ തന്നെ ഇത് കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചും മറ്റും നടത്താനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. അത്രമാത്രം ഈ മിഠായി പ്രചരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്